بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തോബയുടെ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ മേൽ അതാരായാലും തൗബ എക്കാലത്തും എല്ലാ അവസരത്തിലും ഓരോ ശ്വാസത്തിലും തൗബ ആവശ്യമാണ്. അതിന്റെ വിശദീകരണങ്ങൾ അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഒരു ചോദ്യം, ഈ നിസാര കാര്യങ്ങളൊക്കെ, അതായത് ഈ ചെയ്യൽ വാജിബല്ലാത്ത കാര്യങ്ങൾ, അതിന്റെ പേരിൽ തൗബ നിർബന്ധമുണ്ടോ? നിർബന്ധമായ കാര്യമല്ലല്ലോ. ഫറായിലല്ലേ തോബയുള്ളത്, ഫലായിലിൽ തോബയില്ലല്ലോ. ഫറായിലിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ തോബയുണ്ട്. അതുപോലെ തന്നെ ഉപേക്ഷിക്കൽ ഫർദായ കാര്യങ്ങൾ ചെയ്താലും തോബയുണ്ട്. അല്ലാതെ ഫലായിലായ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് തോബ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, വാജിബ് എന്ന് പറയുന്നത് തോബ വാജിബാണെന്നല്ലേ പറഞ്ഞു. വാജിബ് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ഫത്വയുടെ വാജിബാണ്, ശരീഅത്തിന്റെ ഫത്വയുടെ വാജിബ്. അത് പറഞ്ഞു, അത് മുഴുവൻ ആമത്തും അതിൽപ്പെട്ടതാണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, വൽ വാജിബു സാനി, രണ്ടാമത്തെ വാജിബ് ഹുവല്ലദീ ലാബുദ്ദ മിൻഹു, അത് അല്ലദീ ലാബുദ്ദ മിൻഹു, അത്യാവശ്യമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. വുസൂലി ബിഹി, അതുകൊണ്ട് എത്തിച്ചേരുന്നതിന്, ഇലൽ ഖുർബിൽ മത്ലൂബി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്നും തേടപ്പെടുന്ന ആ അടുപ്പത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് ആ വാജിബ് അത്യാവശ്യമാണ്. വൽ മക്കാമിൽ മഹ്മൂദി ബൈന സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ ഇടയിൽ സ്തുത്യർഹമായ മക്കാം, ഉന്നതമായ പദവി സിദ്ദീഖീങ്ങളുടെ ഇടയിൽ കിട്ടാൻ അതിന് ഈ വാജിബ് ആവശ്യമാണ്. അങ്ങനത്തെ ഒരു വാജിബുണ്ട്. തൗബത്തു അൻ ജമീഇ മാ ദക്കറു, നാം പറഞ്ഞ എല്ലാ കാര്യങ്ങളെ തൊട്ടും തൗബ ചെയ്യൽ. അത് നിസാരമായി കണക്കാക്കുന്ന കാര്യമാണെങ്കിലും കൊള്ളാം, ഭീകരമായി കണക്കാക്കുന്ന കാര്യമാണെങ്കിലും കൊള്ളാം, എല്ലാ കാര്യങ്ങൾക്കും തൗബ ചെയ്യൽ വാജിബത്തുൻ, വാജിബാണ്. ഉസൂലി ഇലൈഹി, ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുന്നതിന്. ഏത് പദവി? റബ്ബുൽ ആലമീന്റെ അടുപ്പം, അതുപോലെ സിദ്ദീഖുകളുടെയിലുള്ള മക്കാമും മഹ്മൂദ്. കമായുക്കാലത്തെ ഉദാഹരണം പറയാണ്. കമായുക്കാല പറയപ്പെടുന്ന പോലെ, അത്തഹാറത്തു വാജിബത്തുൻ ഫി സ്വലാത്തി തത്തവുഇ, സുന്നത്ത് നിസ്കാരത്തിലും ശുദ്ധി നിർബന്ധമാണ്. ഒതു വേണമല്ലോ സുന്നത്ത് നിസ്കാരത്തിനും. ഐ ലിമൻ യുരീദുഹ, സുന്നത്ത് നിസ്കാരത്തിനെ ഉദ്ദേശിക്കുന്ന ആൾക്ക്. എല്ലാ ഒതു ചെയ്യാൻ നിർബന്ധമില്ല, സുന്നത്ത് നിസ്കാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒതു നിർബന്ധമാണ്. ഇന്നോലായി തവസ്സലുയിലെ, അയാൾ അതിലേക്ക് എത്തത്തില്ല, ഇല്ലാ ബിഹ, ഈ തഹാറത്ത് കൊണ്ടല്ലാതെ അതിലേക്ക് എത്തുകയില്ല. അമ്മാമൻ, അപ്പൊ ഒരാൾ റളിയ, അയാൾ തൃപ്തിപ്പെട്ടു, ബിൻ നുഖ്സാനി, ന്യൂനത കൊണ്ട് കുറഞ്ഞത് മതി, ഫർളൊക്കെ മതി എന്ന് തീരുമാനിച്ചു. വൽഹിർമാനി അൻ ഫളിലി സ്വലാത്തി തത്തവുഇ, സ്വലാത്തു തത്തവുഇന്റെ ശ്രേഷ്ഠതയെ തൊട്ട് മഹ്റൂമാകുക, തടയപ്പെട്ടതാകുക, അതിനെയും തൃപ്തിപ്പെട്ടു. സ്വലാത്തു തത്തവുഇന്റെ ശ്രേഷ്ഠതയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഫർദ് തന്നെ മതി എന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ, തഹാറത്തു ലൈസത്ത് വാജിബത്തൻ അലൈഹി, അയാളുടെ പിന്നെ അത് വാജിബല്ല. ലിഅജ്ലിഹ, സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി ഒളു ചെയ്യൽ നിർബന്ധമില്ല, അത് വേണം. ആ ഉന്നതമായ പദവി വേണ്ടെന്ന് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നിസ്കാരത്തിന് ഒളു നിർബന്ധമില്ല. പദവി വേണോ, ഒളു ചെയ്യണം എന്നതുപോലെയാണ് ഇപ്പറഞ്ഞത്. കമായുക്കാല്, വീണ്ടും പറയപ്പെടുന്ന പോലെ മറ്റൊരു ഉദാഹരണം, അൽ ഐനു വൽ ഉദ്നു വൽ യദു വൽ റിജ്ലു, കണ്ണ്, ചെവി, കയ്യ്, കാല്, ഇതെല്ലാം ഷർത്തുൻ ഫി വുജൂദിൽ ഇൻസാനി, മനുഷ്യന്റെ വുജൂദിൽ ഇതെല്ലാം ഷർത്താണ്. എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ മനുഷ്യനാകത്തില്ലെന്നോ? അങ്ങനെയല്ല, കാമിലായ മനുഷ്യനാകുന്നതിന് ഇതെല്ലാം ഷർത്താണ്. യഅനി അന്നഹു ഷർത്തുൻ, ഇതെല്ലാം ഷർത്താണ്. ലിമൻ യുരീദു, ഉദ്ദേശിക്കുന്നയാൾക്ക്, അൻ യകൂന ഇൻസാനൻ കാമിലൻ, സമ്പൂർണ്ണ മനുഷ്യനാകാൻ ഉദ്ദേശിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം
ഈ പറഞ്ഞതെല്ലാം ആവശ്യമാണ്. യന്തഫിഉ ബി ഇൻസാനിയത്തിഹി, അയാളുടെ ഇൻസാനിയത്ത് കൊണ്ട് അയാൾ പ്രയോജനം എടുക്കണമെങ്കിൽ ഇതെല്ലാം വേണം. വയതവസ്സലു ബിഹ, അയാൾ ഇതുകൊണ്ട് എത്തിച്ചേരും ഇലാ ദർജാത്തിൽ ഉല ഇല ഇലദ്ദർജാത്തിൽ ഉല ഫി ദുന്യ, ദുന്യാവിലുള്ള ഉന്നതമായ പദവികളിലേക്ക് അവൻ എത്തും. ഈ കയ്യും കാലും ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിനിതെല്ലാം അത്യാവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നതിന് ഇതെല്ലാം ഷർത്താണോ? അല്ലല്ലോ. അപ്പൊ അമ്മാമനെ ഒരാളെ കനഹ, അയാൾ തൃപ്തിപ്പെട്ടു ബ്യാസിലിൽ ഹയാത്തി, വെറും ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു. ഹയാത്ത് ജീവൻ ഉണ്ടായാൽ മതി. വളറിയ അയാൾ തൃപ്തിപ്പെട്ടു അയ്യക്കൂന, അയാൾ ആകുന്നതിനെ കലഹ്മിൻ അലാ വളുമിൻ, ഇറച്ചി വെട്ടുന്ന ആ തടിയുടെ മേലുള്ള ഇറച്ചി കഷ്ണം പോലെ ആകുന്നതിനെ. അങ്ങനെ കിടന്നാൽ മതി. വളുമെന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുന്ന ആ തടി, ആ തടിയുടെ മേലുള്ള ഇറച്ചി കഷ്ണം പോലെ ആകുന്നതിന് തൃപ്തിപ്പെട്ടു. ശരി, അത് മതി. വക്ക ഹിർക്കത്തിൻ മത്റൂഹത്തിൻ, വലിച്ചെറിയപ്പെട്ട ഒരു തുണിക്കഷ്ണം പോലെ അയാള് പിന്നെ ആകുന്നതിനെ അയാൾ തൃപ്തിപ്പെട്ടു. അങ്ങനെ അത് മതിയെങ്കിൽ ഫലൈസ യുസ്തറത്തു, ഷർത്താക്കപ്പെടുകയില്ല ലിമിത്ലി ഹാദിഹിൽ ഹയാത്തി, ഇത്തരം ജീവിതത്തിന് ഐനുൻ വയദുൻ വരിജുൻ, ഇതൊന്നും ഷർത്താക്കപ്പെടുകയില്ല. ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫഅസ്ലുൽ വാജിബാത്ത്, വാജിബുകളുടെ എല്ലാം അസ്ല് അദ്ദാഖിലത്തി ഫി ഫത്വൽ ആമ്മത്തി, ആമ്മത്തിന്റെ ഫത്വയിൽ പ്രവേശിച്ച വാജിബ്, ആദ്യം പറഞ്ഞ വാജിബ് ശരീഅത്ത് വാജിബാന്ന് കണക്കാക്കുക. അതിന്റെ അസ്ല് ലാ യൂസലു, ആ അസ്ലിയായ ആ വാജിബ് ലാ യൂസലു, അത് കൊണ്ടെത്തിക്കത്തില്ല. ഇലാ അസ്ലിൻ നജാത്തി, നജാത്തിന്റെ അസ്ലിലേക്കല്ലാതെ സഹാദത്തിലേക്ക് എത്തിക്കത്തില്ല. അസ്ലായ നജാത്തിലേക്ക് എത്തിക്കും, രക്ഷപ്പെട്ടു എന്നതാണ്. അസ്ലുൻ നജാത്ത് കഅസ്ലുൽ ഹയാത്തി, നേരത്തെ പറഞ്ഞ ശരീര അവയവങ്ങളൊന്നും ഇല്ലാത്ത വെറും ഹയാത്ത് പോലെയാണ് ഈ അസ്ലുൻ നജാത്ത് എന്ന് പറയുന്നത്. ഒമാ വറാ അസ്ലുൻ നജാത്തി, അസ്ലുൻ നജാത്തിന്റെ മീതയുള്ള ഒന്ന്, അതെന്താ? മിന സഹാദാത്തി, ഉന്നതമായ വിജയങ്ങളാൽ, അല്ലത്തി ബിഹ, ആ വിജയങ്ങൾ കൊണ്ട് തൻതഹിൽ ഹയാത്തു എന്ന് പറഞ്ഞാൽ ആ വിജയങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഉന്നതിയിലേക്ക് എത്തുന്നത്, ഏറ്റവും മനുഷ്യന്റെ ജീവിതം ഉന്നതിയിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഈ അസ്ലുൻ നജാത്തിന്റെ വെളിയിലുള്ള സഹാദത്ത്, അത് യജ്രി, അത് നടക്കും മജറൽ അഅ്ളായ, അവയവത്തിന്റെ സ്ഥാനത്ത്. സഹാദത്ത് വേണോ? ഈ പറഞ്ഞെല്ലാം വേണം. അവയവങ്ങൾ പരിപൂർണമായും കാമിലായ ഇൻസാനാകണോ? ഈ അവയവങ്ങളെല്ലാം വേണം. മജറൽ അഅ്ളാഇ വൽ ആലാത്തി, ആലത്തുൽ ഉപകരണങ്ങളുടെ സ്ഥാനത്ത്. അല്ലത്തി ബിഹ തതഹയ്യഉൽ ഹയാത്തു, ഹയാത്ത് മനുഷ്യന്റെ ജീവിതം ഇതുകൊണ്ടാണ് സ്വരുപ്പിടിക്കുന്നത്. അതായത് അത് പിന്നെ ജീവിതത്തിന് പ്രയോജകീഭവിക്കുന്നത് ഈ വസ്തുക്കളെ കൊണ്ടാണ്. ഒഫീഹി, ഇതിലാണ്, ഈ ഉന്നതമായ സഹാദത്തിൽ ആണ് സഅയുൽ അംബിയ, ഈ അംബിയാക്കളുടെ പരിശ്രമം ഇതിലാണ് ഉണ്ടായത്. വൽ ഔലിയാ വൽ ഉലമാ വൽ അംസലി ഫൽ അംസലി, ഉന്നതമായ അംബിയാക്കള്, ഔലിയാക്കള്, ഉലമാ, അതിന്റെ അടുത്തവര്, ഇവരുടെ എല്ലാം പരിശ്രമം ഇതിലാണ് ഉണ്ടായത്. വഫീഹി സഅൽ അംബിയാ എന്നും വായിക്കാം. ഇതിൽ ആണ് അംബിയാക്കൾ പരിശ്രമിച്ചത്, ഔലിയാ പരിശ്രമിച്ചത്, ഉലമാ പരിശ്രമിച്ചത്. വൽ അംസലു ഫൽ അംസലു, അതിന്റെ തൊട്ടുള്ളവർ. വഅലൈഹി, ഇതിന്മേൽ കാന ഹിർസുഹും, അവരുടെ അത്യാഗ്രഹമായിരുന്നു ഈ ഉന്നതമായ സഹാദത്തിന്മേലായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയൊരു നജാത്ത് പോരാ, ഉന്നതമായ വിജയം വേണം. ഹവാലഹി, അതിന്റെ ചുറ്റിലുമായിരുന്നു കാന തത്വാഫുഹും, അവരുടെ ചുറ്റിത്തിരിയലുകൾ ഇതിന്റെ ചുറ്റുപാടുമായിരുന്നു. അജിലിഹി വലി അജിലി, ഇതിനു വേണ്ടിയായത് കാന റഫ്ലുഹും, അവർ ഉപേക്ഷിക്കലായത് ലി മലാദി ദുന്യാവിന്റെ രസങ്ങളെ ബിൽകുല്ലിയ, മുഴുവനായി അവർ ഉപേക്ഷിച്ചത് ഈ ഉന്നതമായ സഹാദത്തിന് വേണ്ടിയായിരുന്നു. ഹത്താ, എത്രത്തോളം? ഇൻദഹ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ചെന്നെത്തി. ഈസാ അലൈഹിസ്സലാം മനുഷ്യന്റെ ഹയാത്ത് ഈ ഉന്നതമായ പദവിയിലേക്ക് ചെന്നെത്തുമെന്ന് നേരത്തെ പറഞ്ഞു. ഈസാ അലൈഹിസ്സലാം ചെന്നെത്തി ഇലാ അൻ തവസ്സദ ഹജറൻ, ഏറ്റവും താഴേക്ക്, തലയണയൊന്നുമില്ല, കല്ലിനെ തലയണയാക്കുന്നതിലേക്ക് ചെന്നെത്തി. ഫി മനാമിയ, അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ കല്ല് തലയണയായിട്ട് വെച്ച അദ്ദേഹം കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഫജാ ഇലൈഹി ശൈത്താൻ, പിശാജ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു ഉപദേശിക്കാൻ വേണ്ടി. വക്കാല, പിശാജ് ചോദിച്ചു
അമാക്കുന്ത തറക്ത ദുന്യാലിൽ ആഖിറ, താങ്കൾ ആഖിറത്തിന് വേണ്ടി ദുന്യാനെ ഉപേക്ഷിച്ചിരുന്നില്ലേ? വക്കാല ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നാം അതെ. വമല്ലതി ഹദസ, എന്ത് പറ്റിയ സംഭവം, എന്താണ്, എന്തുണ്ടായി? ഫക്കാല ഇബ്ലീസുൽ ലഈൻ പറഞ്ഞു, തവസ്സുദുക ലിഹാദൽ ഹജ്രി, കല്ലിൽ താങ്കൾ തലയണയാക്കൽ തനഅമുൻ ഫിദ്ദുൻ, ദുന്യാവിലെ ഒരു ആസ്വാദ്യതയാണ്. ഫലിമ, പിന്നെ എന്തുകൊണ്ടില്ല, തളഅു റാസക, താങ്കളുടെ തലയെ താങ്കൾ വെക്കുന്നില്ല, അലൽ അർളി, ഭൂമിയിൽ തന്നെ തല വെച്ചാൽ പോരെ, എന്തിനാണ് ഈ കല്ലിന്റെ മുകളിൽ വെക്കുന്നത്? ഫറമ ഈസാ അലൈഹി ഇസ്ലാം ബിൽ ഹജരി, മഹാനായ ഈസാ അലൈഹി ഇസ്ലാം കല്ല് വലിച്ചെറിഞ്ഞു. വദഅ റാസു, അദ്ദേഹത്തിന്റെ തലയെ അദ്ദേഹം വെച്ചു, അലൽ അർളി, ഭൂമിയിൽ. വകാന റംയുഹു ലിൽ ഹജരി, അദ്ദേഹത്തിന്റെ കല്ലിനെ വലിച്ചെറിയലായി തൗബത്തൻ അൻ ദാലിക തനഉം, ഈ ആസ്വാദ്യതയെ തൊട്ടുള്ള തൗബയായി. ഒരു ആസ്വാദ്യതയെ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നർത്ഥം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും തൗബ ചെയ്യും. അഫതറ, നീ മനസ്സിലാക്കുന്നുണ്ടോ, അന്ന ഈസാ അലൈഹി ഇസ്ലാം ലം യഅലം, അദ്ദേഹം അറിഞ്ഞില്ല എന്ന്, അന്ന വദഅർ റാസി, അതായത് ഭൂമിയിൽ തലവെക്കുക എന്നുള്ളത് ലാ യുസമ്മ വാജിബൻ ഫി ഫത്താവൽ ആമത്തി, ആമത്തിന്റെ ഫത്വകളിൽ നിന്ന് വാജിബല്ല ആണെന്ന് പറയപ്പെട്ടിട്ടില്ല, എന്ന് പേര് വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഈസാ നബിക്ക് അറിഞ്ഞൂടെ? അഫതറ, നീ മനസ്സിലാക്കുന്നുണ്ടോ, അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ശഗലഹു സൗബു, അവിടുന്ന് ജോലിയാക്കിയപ്പോ നമസ്കാരത്തില്, അസൗബു ഒരു വസ്ത്രം, അല്ലദീ കാന അലൈഹി അലമുൻ, ആ വസ്ത്രത്തിൽ ഇങ്ങനെ വരകളൊക്കെ ഉണ്ടായിരുന്ന അടയാളങ്ങൾ. അപ്പൊ ആ വസ്ത്രം അദ്ദേഹത്തിന് അവിടുന്ന് ജോലിയാക്കി ഫീ സ്വലാത്ത്, അവിടുന്ന് നിസ്കാരത്തിൽ, ഹത്താ നസഹു, അദ്ദേഹം അവിടുന്ന് അതിനെ ഊരിക്കളഞ്ഞു. വശഗലഹു, അവിടുന്ന് ജോലിയാക്കി ഷിറാക്കു നഅലിഹി, അവിടുന്ന് ചെരുപ്പിന്റെ വാറ്, അല്ലദീ ജദ്ദദ് പുതുതായിട്ട് മാറ്റിയ വാറ്, ഹത്താ ആദ ഷിറാക്കൽ ഖലിക, അങ്ങനെ അദ്ദേഹം അവിടുന്ന് എന്ത് ചെയ്തു, ഏറ്റവും നുരുമ്പിയ പഴയ ആ വാറ് തന്നെ തിരിച്ചെടുത്തു. അങ്ങനെ ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യഅലം, അവിടുന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അന്നദാലിക ലൈസ വാജിബൻ, ഇത് വാജിബ് അല്ലെന്ന്, ഫി ശറഇഹി, അവിടുന്ന് ശറഇല്, അല്ലദീ ശറഅഹു ലി കാഫത്തി ഇബാദിഹി, അവിടുന്ന് അതിനെ മുഴുവൻ അടിമകൾക്കും ശരീഅത്തായി കാട്ടിക്കൊടുത്തതാണ്. അത് വാജിബ്, തനിക്ക് വാജിബല്ല. അപ്പൊ അങ്ങനെയുള്ള ശരീഅത്തിൽ ഇത് വാജിബായ കാര്യമൊന്നും അല്ല എന്ന് നബിതങ്ങൾക്ക് അറിഞ്ഞുകൂടെന്നാണോ വിചാരിക്കുന്നത്? അപ്പൊ ഇതാ അലിമതാരിക്ക്, ഇത് അവിടുന്ന് അറിയാമെങ്കിൽ ഫലിമത്താബാൻ, അവിടുന്ന് എന്തിനാ ഇതിനത്തോട് തോബ ചെയ്തത്? വിത്തർക്കി, അതിനെ ഉപേക്ഷിക്കൽ കൊണ്ട്. വഹൽ കാനദാലിക, ഇതായിരുന്നോ? ഇല്ലാ ലി അന്നഹു റആഹു, അവിടുന്ന് ഇതിനെ കണ്ടതിന്റെ പേരിലല്ലാതെ. എന്തെന്ന് കണ്ടു? മുഅസ്സിറൻ ഫി ഖൽബി, അത് അവിടുന്ന് കൽബിൽ ഇത് പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ്. അസറൻ, ഒരു പ്രതിഫലനം. യംനഉഹു, ആ പ്രതിഫലനം അവിടുന്ന് തടയും. അൻ ബുലൂഗിൽ മഖാമിൽ മഹ്മൂദി, മഖാമുൽ മഹ്മൂദിലേക്ക് എത്തുന്നതിനെ തൊട്ട് തടയുന്ന പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞതിന്റെ പേരിൽ അല്ലാതെ ആയിരുന്നോ ഇത് അവിടുന്ന് ഉപേക്ഷിച്ചത്? അല്ലദീ ഖദ് വഉദ ബിഹി, അവിടുന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട മഖാമും മഹ്മൂദ് അതിന് തടസ്സമാകുന്നു മനസ്സിലാക്കിയിട്ടല്ലേ അവിടുന്ന് ഇങ്ങനെ ചെയ്തത്? അഫതറ, നീ മനസ്സിലാക്കുന്നുണ്ടോ, അന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഅദ അൻ ശരിബൽ ലബന, പാല് കുടിച്ചതിന് ശേഷം, ഫഅലിമ, അദ്ദേഹം അറിഞ്ഞു, അന്നഹു അലാ ഗൈരി വജ്ഹിൻ, അത് അത്ര നല്ല രീതിയിൽ കിട്ടിയ പാലല്ല, ഹലാല് പരിപൂർണമായിട്ട് ഹലാലായതല്ല എന്ന് അദ്ദേഹം അറിഞ്ഞതിന് ശേഷം, അദ്ഖല ഇസ്ബഅഹു ഫി ഹൽഖിഹി, അദ്ദേഹത്തിന്റെ തൊണ്ടിൽ അദ്ദേഹം വിരൽ പ്രവേശിപ്പിച്ചു, ലി യുഖ്രിജു, പാലിനെ പുറത്തെടുക്കാൻ. ഹത്താ കാദ യഖ്റുജു മഅഹു റൂഹുഹു, അദ്ദേഹത്തിന്റെ റൂഹ് പുറപ്പെടാൻ അടുത്തു, അത്രയും കഷ്ടപ്പെട്ടു അദ്ദേഹം. അങ്ങനത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാ അലിമ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു, മിനൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ നിന്നും, ഹാദൽ ഖദ്ര, ഈ അളവിനെ അറിഞ്ഞുകൂടായിരുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ബഹുവ, എന്താണ് ആ അളവ്? അന്നമാ അക്കലഹു, അദ്ദേഹം തിന്നത്, അഞ്ചലിൻ, അജ്ഞതയുടെ പേരിൽ തിന്നത്, ഫൗവ ഗൈറു ആസിമിൻ ബി, അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ലേ? അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? വലായജിബു ഫി ഫത്വൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ഫത്വയിൽ ഇഖ്റാജ്, അതിനെ പുറത്തു കൊണ്ടുവരൽ നിർബന്ധമില്ല എന്ന കാര്യത്തിന് അറിഞ്ഞുകൂടെന്നാണോ വിചാരിക്കുന്നത്? ഫലിമ, പിന്നെ എന്തിനാണ് താബ, അദ്ദേഹം തോബ ചെയ്തത്, അൻ ഷറാബി, അതിനെ കുടിക്കുന്നതിനെ തൊട്ട്, ബി തദാറുക്കി, വീണ്ടെടുക്കൽ കൊണ്ട്. ആ തെറ്റിനെ വീണ്ടെടുത്തത് എങ്ങനെയാ? അല ഹസ്ബി ഇംകാനിഹി, അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച്, സൗകര്യമനുസരിച്ച്, ബി തഖ്ലിയത്തിൽ മിഅദത്തി അൻഹു, ആമാശയത്തെ അതിനെ തൊട്ട് ഒഴിവാക്കൽ കൊണ്ട്, കഴിവനുസരിച്ച് വായിൽ കൈയിട്ടൊക്കെ ഒഴിവാക്കിയില്ലേ? വഹൽ കാന ദാലിക, ഇതായിരുന്നുവോ? ഇല്ലാലി സിറിൻ,
ഒരു സിറിന് വേണ്ടി അല്ലാതെ. എങ്ങനത്തെ സിറ്? വക്കറ ഫീ സദ്രി, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ അത് ഉറച്ചു. അറഫഹു ദാലിക സിറു, ആ സിർ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു. അന്ന ഫത്വൽ ആമത്തി, പൊതുവായ ഫത്വ എന്ന് പറയുന്ന ഹദീസുൻ ആഖിർ, അത് മറ്റൊരു കാര്യമാണ്. ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം തൗബ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വൻപാപത്തിൽ നിന്ന് മാത്രമല്ല, ചെറിയ ചെറിയ മനുഷ്യൻ നിസാരമായി കണക്കാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും അവൻ തൗബ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. വന്ന ഖത്തറ തരീഖിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വഴിയുടെ അപകടം ലാ യഅരിഫുഹു ഇല്ല സിദ്ദീഖൂൻ, അതിനെ സിദ്ദീഖുകളല്ലാണ്ട് അറിയുകയില്ല. ആ അപകടത്തിനെ സിദ്ദീഖുകളല്ലാണ്ട് അറിയുകയില്ല. ഈ രഹസ്യം അദ്ദേഹത്തിന് അല്ലാഹു തആല മനസ്സിലാക്കി കൊടുത്തു. ഫതഅമ്മൽ അഹ്വാല ഹഉല, ഇക്കൂട്ടരുടെ അവസ്ഥകളെ നീ ചിന്തിക്കുക. അല്ലദീന ഹും, അവർ അഅറഫു ഖൽഖില്ലാഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ളവരായിരുന്നു. ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച്. വബി തരീഖില്ലാഹി, അള്ളാഹുവിന്റെ നിലപാടുകളുടെ വഴിയെക്കുറിച്ച്. വബി മക്രില്ലാഹി, അള്ളാഹു താലയുടെ തന്ത്രത്തെ കുറിച്ച്. വയംകുറൂന വയംകുറുല്ല, അല്ലേ? മക്കറു മക്കറല്ല, അതിനെക്കുറിച്ച്. വബി മക്കാനിൽ ഗുറൂരി ബില്ല, അള്ളാഹുലേക്ക് ായിട്ട് ബന്ധപ്പെട്ട വഞ്ചിതമാക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും. ചില കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യനെ വഞ്ചിതമാക്കും, അതിനെക്കുറിച്ചും അവർക്ക് അറിവുള്ളവരായിരുന്നു. വയ്യാക്ക, എന്നിട്ട് അദ്ദേഹം പറയാണ്, വയ്യാക്ക, നിന്നെ നീ സൂക്ഷിക്കും, മറത്തൻ വാഹത, ഒറ്റ പ്രാവശ്യം, അൻ തകുറക്ക, നിന്നെ വഞ്ചിക്കുന്നതിനെ, അൽ ഹയാത്തുദ്ദിനെ, ദുന്യാവ് വഞ്ചിക്കുന്നതിനെ ഒരു പ്രാവശ്യം നീ സൂക്ഷിക്കുക. വയ്യാക്ക, നിന്നെ നീ സൂക്ഷിക്ക്, സുമ്മ ഇയ്യാക്ക, നീ വീണ്ടും നിന്നെ നീ സൂക്ഷിക്ക്, അൽഫ അൽഫ മറത്തിന്, 1000 പ്രാവശ്യം വഞ്ചനയെ സൂക്ഷിച്ചോ. അൻ യുഗിറക്ക യഹുറക്ക, നിന്നെ വഞ്ചിക്കുന്നതിനെ തൊട്ട്. ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച്. അൽ ഖുറൂർ, വഞ്ചിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അള്ളാഹ് ഗഫൂറാണ്, റഹീമാണ്, റഹമുർ റഹീമാണ്. അള്ളാഹു തആല അങ്ങനെ ശിക്ഷിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞ് വഞ്ചിക്കുക, ആ അങ്ങനത്തെ വഞ്ചനയിൽ പെടുന്നതിനെ 1000 പ്രാവശ്യം നീ സൂക്ഷിച്ചോ. ഫഹാദിഹി, ഇവകൾ അസ്റാറും മൻ, ഒരാളുടെ സിറുകളാണ്. എങ്ങനത്തെ ഒരാള്? ഇസ്തൻഷക, അയാൾ ചീറ്റിക്കളഞ്ഞു. മബാദി റവാഇഹ, ആ ഭൗതിക ലോകത്തിന്റെ സുഗന്ധങ്ങളുടെ പ്രാരംഭങ്ങളെ, അവിടെ നിന്ന് കാണുന്ന ബാഹ്യമായ സുഗന്ധം അതിനെല്ലാം അവർ ചീറ്റിക്കളഞ്ഞു. അലിമ, ആ വ്യക്തി അറിഞ്ഞു, അങ്ങനെ ചീറ്റിക്കളഞ്ഞ ആള്, അന്ന ലുസൂമ തൗബത്ത്, തൗബയുടെ ലുസൂമ്, നസൂഹായ തൗബയുടെ ലുസൂമിയത്ത്, അത് മുലാസിമുൻ, അത് ലിൽ ആബിദി സാലിക്ക് അല്ലാഹു ഫീ തരീഖില്ലാഹി, അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന അടിമയെ വിടാണ്ട് പിന്തുടരുന്നതാണ്. മുലാസിമുൻ, ഈ പറഞ്ഞ ലുസൂമ് വിടാണ്ട് പിന്തുടരുന്നതാണ്. ഫീ കുല്ലി നഫസിൻ മിൻ അൻഫാസിഹി, ആ അടിമയുടെ നഫസുകൾപ്പെട്ട ഓരോ നഫസിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഇത് വിടാണ്ട് പിന്തുടരുന്നതാണ്. പല ഒമ്മിർ, അയാൾക്ക് ജീവൻ ആയുസ് നൽകപ്പെട്ടാലും ശരി, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആയുസ് അത്രയും കാലം ജീവിച്ചാലും ശരി, എപ്പോഴും അയാൾ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. വാന്നദാലിക, ഈ തൗബ വാജിബാണ്, അലൽ ഫൗരി, പെട്ടെന്ന് തന്നെ, മിൻ ഗൈരി മുഹലത്തി, താമസം വിന ഇത് വാജിബാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.